എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. മക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Hanged Man energy, Hermit mode, 3 of Pentacles, Knight of Cups, Star energy, Knight of Pentacles. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരു വർഷക്കാലം എന്ന് പറയുന്നത് ഹാങ്ഡ് മാൻ എനർജി ആൻഡ് സ്റ്റാർ കണക്ഷൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നിരുന്ന പല കാര്യങ്ങളിലും ലൈഫിൽ മുന്നോട്ടേക്ക് ഹോപ്പാണ് ജീവിതത്തിൽ നിങ്ങൾ സ്റ്റക്ക് ഫീലിങ്ങിൽ നിന്നൊരു ഹോപ്പിലേക്ക് പോകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല തലവേദനകളും മാറിക്കിട്ടുന്നു എന്ന് പറയാം. ഇതുവരെ നിങ്ങൾ ഡീല് ചെയ്തിരുന്ന ചില വ്യക്തികൾ വളരെയധികം ടോക്സിക് ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടായിരുന്നു. നിങ്ങളുടെ വർക്ക് ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന, അലട്ടിക്കൊണ്ടിരുന്ന കഴിഞ്ഞ വിഷുഫലത്തിൽ നിങ്ങളെ അലട്ടിയിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ വരുന്ന സമയത്തിൽ നിങ്ങൾക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഹോപ്പാണ്, ഒരു പുതിയ ജീവിതമാണ്. ദൈവാനുഗ്രഹം വളരെ വളരെ കൂടുതലുള്ളൊരു സമയം. ദൈവാനുഗ്രഹം എന്നുള്ളത് ഭാഗ്യം, ദൈവാനുഗ്രഹം ഇതൊക്കെ കൂടുതൽ ഉള്ള ഒരു സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ പൊതുവെ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുക, സുപ്രീം പവറിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആ വിശ്വാസം ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, ദ മോർ യു ആർ ഹാപ്പിയർ. എത്രത്തോളം നിങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു അത്രത്തോളം നിങ്ങൾ സന്തുഷ്ടരായിരിക്കും. സന്തുഷ്ടരായിട്ടുള്ള ഒരു ജീവിതം, സന്തോഷം എന്നുള്ളത് സംതൃപ്തി സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു സമൃദ്ധിയാണ്, സാമ്പത്തികം മാത്രമല്ല. കാരണം സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി തരുന്ന രീതിയിൽ പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഹീലിംഗ് കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ട്രോമ, ബാല്യകാലത്തിൽ അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളായിരിക്കും. ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള പാരൻസ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ ഹീൽ ചെയ്യാൻ നിങ്ങൾ സുഖപ്പെടുകയാണ്. അപ്പോൾ ഇമോഷണലി നിങ്ങൾ വളരെയധികം തൃപ്തിയുള്ളവരായിട്ട് മാറുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ സഫർ ചെയ്യുക, നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മാറി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വിശ്വാസം, ആ പ്രപഞ്ച ശക്തിയിലുള്ള വിശ്വാസം നിങ്ങളിലേക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റക്ക് ഫീലിംഗിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്തിടയ്ക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പുതിയ സൊല്യൂഷൻ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം, അത് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഹെർമിറ്റ് എനർജി ആണ്. അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്, പുതിയ ബിസിനസ് സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനർജി ഒക്കെ ഉണ്ടാകുന്നത് തൃപ്തികരമായിട്ട് ഫിനാൻഷ്യൽ സൈഡ്, കരിയർ സൈഡ് വളരെ സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കൂടി ഉണ്ടാകും. നിങ്ങൾക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് നിങ്ങൾ ജീവിതത്തെക്കുറിച്ചൊന്ന് ഒരു കോണ്ടംപ്ലേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വയറ്റ് ആയിട്ടുള്ള ഒറ്റയ്ക്ക് സമയം വേണം. കാരണം കാര്യങ്ങൾ ഇന്ന് ആലോചിക്കണം, ചിന്തിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കുള്ള സമയം വേണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് ടു സ്പെൻഡ് സം ടൈം. അതായത് ചിലപ്പോൾ മെഡിറ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് സമയം കാമായിട്ടിരിക്കേണ്ടുന്ന ഒരു അനിവാര്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചമുണ്ടല്ലോ, അത് പുറത്തേക്ക് വരണം. ആ ഒരു ഇന്നർ ലൈറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ലൈറ്റ് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഈ ലോകത്തിൽ, അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് ആതുര സേവന രംഗത്തേക്ക് ഒക്കെ ഉള്ളവരാണ് പ്രത്യേകിച്ചും. അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ വേറെ എന്തെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി
നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനോ ആ പ്രയാസങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനോ രക്ഷിക്കാനോ ഒക്കെ ഉള്ളൊരു രക്ഷകനോ രക്ഷകയോ ആ ഒരു റോളിലേക്ക് നിങ്ങൾ മാറും. മറ്റുള്ളവർ പലതരത്തിലും സഹായിക്കുന്നു, മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും നിങ്ങളൊരു ഹീലർ ആയിരിക്കും, ഒരു സ്പിരിച്വൽ ഹീലർ. ആ ഒരു രീതിയിൽ റേക്കി ഹീലിംഗ്, സ്പിരിച്വൽ ഹീൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറോ ഒരു നേഴ്സോ ആ ഒരു രീതിയിലും ആവാം. അങ്ങനെയുള്ള ഏത് തരത്തിലെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ളവരെ വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേറെ നിങ്ങൾ കുറച്ച് ഫ്രീ ആണ്, അല്ലെങ്കിൽ വീട്ടിൽ ബോറടിച്ച് തുടങ്ങുന്നു, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രമാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു NGOയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും സൊസൈറ്റി എന്തിൻ്റെങ്കിലും ഭാഗമായിട്ട് നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയിട്ടാണ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രണയം കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയം, വിവാഹം കഴിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ച് പ്രണയത്തിൽ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ വിവാഹത്തിലേക്ക് എത്തുന്നുണ്ട്. അല്ലാത്തവർ പ്രണയത്തിലേക്ക് വരുന്നുണ്ട്, പ്രപ്പോസൽസ് വരുന്നുണ്ട്, റൊമാൻറ്റിക് സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിലും വീണ്ടും പ്രണയം എന്നുള്ളതല്ല, ഓൾറെഡി വിവാഹിതരായിട്ടുള്ളവർ. അപ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞ് ഒത്തിരി വർഷമൊക്കെ കഴിയുമ്പോൾ ചില ആളുകൾ ഒന്ന് ഡള്ളായി, അല്ലെങ്കിൽ ആ സ്പാർക്ക് അല്ലെങ്കിൽ റൊമാൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരിലൊക്കെ വീണ്ടും ആ ഒരു റൊമാൻസ് ഒക്കെ തിരിച്ചു വരുന്നു. അതായത് പണ്ട് കാലത്ത് വിവാഹം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അതിലേക്ക് നിങ്ങളൊരു തിരിച്ചുപോക്ക് എന്നുള്ള രീതിയിൽ ഒരു ജീവിതം വീണ്ടും നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്നു. അതായത് ജീവിതത്തിൽ പ്രാരബ്ധമൊക്കെ വന്നു കഴിയുമ്പോൾ മാറിപ്പോയിട്ടുള്ള പല ആളുകളും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കാരണം ഈ പ്രണയവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയിട്ട് നിങ്ങൾ പഠിത്തം ഉഴപ്പാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഹെർമിറ്റ് മോഡ്, കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഓൾറെഡി ദൈവാനുഗ്രഹം, ഭാഗ്യം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ്, ട്രീ ഓഫ് പെൻഡക്കിൾസ് എനർജി സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ പൊതുവെ ഒരു ഓൺട്രപ്രനോറിയൽ എനർജിയാണ്. സ്വന്തം ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന, അതായത് ഒരു ചെറിയ ബിസിനസ് എന്നുള്ളതല്ല, നിങ്ങൾ വലിയൊരു രീതിയിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി പേർക്ക് ജോലി കൊടുത്ത് നല്ലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു യോഗ്യതയും മറ്റും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ആംബീഷ്യസ് ആണ്. അപ്പോൾ പുതിയ പ്രോജക്റ്റ്, പവർഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണർ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു വർഷമായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു സാധാരണ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടാവില്ല നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ആഗ്രഹം പോലും മനസ്സിലുണ്ടാവില്ല. പക്ഷേ നമ്മൾ പറയില്ലേ, ഇപ്പം നമ്മൾ ചിന്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യായിരിക്കും, കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ സിറ്റുവേഷൻസ് ഒക്കെ മാറി വരും, ഓഫേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ആദ്യം നിങ്ങൾ ജസ്റ്റ് എന്തായാലും വെറുതെ ഒന്ന് നോക്കിക്കളയാമെന്നുള്ള രീതിയിൽ നോക്കുന്നതായിരിക്കും. പക്ഷെ അത് നോക്കി മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കി അത് വലിയൊരു ഇതായിട്ട് മാറി അവസാനം നിങ്ങൾ ആ ബിസിനസ് എൻറ്റർ ചെയ്യുക, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറുകയും ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾ നേട്ടം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യു ഷെയർ ദ വെൽത്ത്, അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും അതിനനുസരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സക്സസ്, ഗ്യാരണ്ടീഡ് സക്സസ് ആണ്. അതൊരു കുറച്ച് നാളത്തേക്കുള്ളൊരു വിജയം സാധ്യതയല്ല, ലോങ് ടേമിലേക്ക് ദീർഘസമയത്തേക്കുള്ള ഒരു സക്സസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലീഡർഷിപ്പ് പൊസിഷനും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 3 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് സ്റ്റാർ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വീണ്ടും സൂചിപ്പിക്കുന്ന ബിസിനസ്സാണ്. അതും പാർട്ട്ണർഷിപ്പ് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പബ്ലിക് സക്സസ് ആണ് ഇത് സൂചിപ്പിക്കുന്ന ഒന്ന്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നു, നോക്കി അതിൽ മുന്നോട്ടേക്ക് പോകുന്നു, സക്സസ്ഫുൾ ആകുന്നു. അത് മാത്രമല്ല അതൊരു പബ്ലിക് സക്സസ് ആണ്. അപ്പോൾ അതായത് ഒരു ഫെയിം, മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടുന്നു, നിങ്ങളുടെ വിജയം ആഘോഷിക്കപ്പെടുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീഡിയയുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ സ്പീച്ച്, നിങ്ങൾ എന്തെങ്കിലും ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നത്, അതേപോലെ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങൾ
നിങ്ങളുടെ സക്സസ് പബ്ലിക്കാണ് ഒരു പ്രൈവറ്റിനേക്കാളും കൂടുതൽ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ വീട് വാങ്ങിക്കാൻ, സ്വന്തമായിട്ട് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചില ആളുകൾ സെക്കൻഡ് ഹോമൊക്കെ ആയിരിക്കും രണ്ടാമത്തെ വീട്. എന്തായാലും വീട്, സ്വന്തം വീട് നല്ല രീതിയിൽ, ചില ആളുകൾ വീട് പുതുക്കി പണിയുന്നുണ്ട്, വീടൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കുന്നു, അങ്ങനത്തെയൊക്കെ അതിനൊക്കെ ഉള്ളൊരു സമയമാണ്. ഒത്തിരി കാര്യങ്ങൾ വാങ്ങിക്കുന്നു വീട്ടിലേക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട്, കുടുംബ അന്തരീക്ഷത്തിലൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.